ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എങ്ങോട്ടാണ് പോണേന്നല്ലേ? നമ്മളിന്ന് അർത്തിങ്കപ്പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോവാണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് 1K അടിക്കണ 1K സബ്സ്ക്രൈബ് ആകുമ്പോഴത്തേക്കും നമ്മൾ 2 പേർക്ക് ഗീവ് അവേ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ പറയുന്നതായിരിക്കുമേ. അപ്പോൾ നമ്മൾ അർത്തിങ്കപ്പള്ളിയിൽ പോവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ പതിയെ കേട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അർത്തിങ്കപ്പള്ളിയിലെ ബ്ലോക്ക് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാമായിരിക്കുമല്ലോ. അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വണ്ടികളൊക്കെ പെട്ടെന്ന് അവർ മാറ്റി വിടുന്നുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ ചെന്നിട്ടാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കണേ. നമ്മൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഫില്ലാണ്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തേ. അങ്ങനെ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിലൊരു സെൻറ്റ് ജോർജ് പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഒരു ഗ്രൗണ്ടിലായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അവിടുന്ന് പിന്നെ കുറച്ച് അർത്തിങ്കപ്പള്ളിയിലേക്ക് നടക്കാനുള്ള ദൂരമുണ്ട്. പിന്നെ നമ്മളവിടുന്ന് കുറച്ച് നടന്നത് അർത്തിങ്കപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ വർഷവും മുടങ്ങാണ്ട് പുണ്യാളിന് വില്ലും കഴിഞ്ഞും എടുത്ത് കൊടുക്കാറുണ്ട്. ഇത്തവണയും മുടങ്ങാണ്ടതേ നമ്മൾ അർത്തിങ്കപ്പള്ളി വന്നപ്പോൾ പുണ്യാളിന് വില്ലും കഴിഞ്ഞൊക്കെ എടുത്തത്. പുണ്യാളിന് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നേർച്ചയൊക്കെ ഇട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഗ്രൗണ്ടിൽ ചെന്നപ്പോഴത്തേക്കും തന്നെ ആ റൈഡൊക്കെ ലൈറ്റ് വർക്കൊക്കെ ചെയ്തിരിക്കണതാണ് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നേ. പിന്നെ കൊച്ചുള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്നിലും കയറിയില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് ഈ മരണക്കിണറിൽ കയറണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്നില്ലെന്ന് പറയുന്നുണ്ട്. കാര്യം എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അതിൽ കയറുന്നത്. എനിക്കത് പേടിയാണ് അതിൽ കയറാൻ. ആ ബൈക്ക് റൈഡിങ്ങും കാറും എല്ലാം കൂടെ വരുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ പേടിയാവും കേട്ടോ. കാണുമ്പോൾ കൂട്ടത്തിൽ അവരത് കൈയൊക്കെ വിട്ടും കൂടെ ഓടിക്കണ കാണാൻ നല്ല പേടിയാണ്. എന്നാലും ഏട്ടൻ കയറിയതുകൊണ്ട് ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ലെൻസ് ഇതുവരെ കാണാത്തതുകൊണ്ട് അവനെ ഒന്ന് കാണിക്കാമല്ലോ എന്നോർത്ത് കയറിയതാണ്. അപ്പോൾ ലെൻസിന് കയറിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാണ്ട് അവൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഇറങ്ങിയതേ. പിന്നെ കൊച്ചിനൊന്ന് ഊഞ്ഞാല കയറ്റിയൊന്ന് ആടിക്കാമല്ലോ എന്നോർത്തിട്ട് നമ്മളതേ അവിടെ നിന്ന് ഇറങ്ങിയതേ. ലെൻസിനെ ഊഞ്ഞാലയിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവന് ഇങ്ങനെ ഊഞ്ഞാലയിൽ കയറി ഇങ്ങനെ ആടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനവിടെ അനങ്ങാതേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ കുറച്ച് നേരം അവനെ നിർത്തി കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആട്ടിയിട്ട് നമ്മളവിടെ നിന്ന് പതിയെ നേരെ കടപ്പുറത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചേ. കടപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് ഇതവിടെ റോഡ് സൈഡിൽ അവതാർ സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അകത്ത് അവതാറിൻ്റെ ഫുൾ ടീമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയറിയതാണ്. കയറിയപ്പോഴത്തേക്കും അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവതാറിൻ്റെ ലൈറ്റ് സെറ്റിങ്സൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറിയപ്പോഴത്തേക്കും കയറണ്ടായിരുന്നെന്ന് ഓർത്ത്. കാര്യം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ കൊച്ചുണ്ടായിരുന്നതുകൊണ്ട് അവന് പിന്നെ ഈ ലൈറ്റും ഇതൊക്കെ കാണാൻ ഒരു കൗതുകം ഉണ്ടായിട്ടല്ല എന്ന് ഓർത്തിട്ട് കയറിയതാണ്. അപ്പോൾ ഒരാളത് അവിടെ അവതാറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടനോട് നിന്ന് കുറച്ച് പേരൊക്കെ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഭിത്തിമേ അവതാറിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് വേറെ അവതാറിൻ്റെ ആൾക്കാരൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവരങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടാട്ടോ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയത്. അതും കഴിഞ്ഞ് നമ്മളത് ഇതൊക്കെ കണ്ട് നേരെ തിരിച്ച് ഇതൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കടപ്പുറത്തേക്കൊക്കെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 11 മണി 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നല്ല തിരക്കൊന്നും ഇല്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.